ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ് സെൻസർ ബോർഡിനെതിരെ ഉണ്ടാകുന്നത്. കാരണം കേന്ദ്ര സർക്കാരിന് അനുകൂലമായാണ് എല്ലാ കാലത്തും സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നതെന്നാണ് ചില സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നത്. പക്ഷേ ഇതാ ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്ക് തന്നെ സെൻസർ ബോർഡ് കട്ടുവച്ചിരിക്കുകയാണ്. ഇത് ഇനി കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അതിൽ ആദ്യം പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ രീതിയിലാണോ സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിക്കുമോ? സെൻസർ ബോർഡ് പക്ഷപാതപരമായി കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ശൈലിയിലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ആ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിക്കില്ലായിരുന്നു. നമുക്കറിയാം കോൺഗ്രസ് ഭരണകാലത്ത് ഉൾപ്പെടെ ഏതൊക്കെ രീതിയിലാണ് ഈ സെൻസർഷിപ്പ് സിനിമകൾക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നടന്ന കഥകൾ നമുക്കറിയാമല്ലോ. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ ഭരണകൂടമാണ് ഇന്ദിരാ ഭരണകൂടം, ആ കോൺഗ്രസ് ഭരണകൂടം. ആ പിന്തുടർച്ച അവർ മൻമോഹൻ സിംഗ് വരെ കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. അതിരിക്കട്ടെ. അല്ല, അതോടൊപ്പം തന്നെ ഇന്നലെ ഈ BJP അടിയന്തരാവസ്ഥയെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെതിരെ കേസെടുത്തിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. അടിയന്തരാവസ്ഥ ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നിലവിലുണ്ട്. ഈ അടിയന്തരാവസ്ഥയെ കാലത്ത് ഇവരെടുത്ത കേസുകളൊക്കെ നമുക്കറിയാം എത്ര ഭീകരമായ രീതിയിൽ. പിന്നെ ഒരാളിൻ്റെ സ്ഥാപനത്തിൽ ഒരു ചെറിയ ലഘുലേഖ കിടന്നതിന് മാസങ്ങളോളം തടവിലിട്ട് പീഡിപ്പിച്ച സംഭവങ്ങൾ വരെ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിട്ടുണ്ട്. സംശയത്തിൻ്റെ പേരിൽ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി ക്രൂരമായി പോലീസ് മർദ്ദിച്ച് കിരാതമായ എന്താ പറയുക മർദ്ദന മുറകൾ സ്വീകരിച്ചതൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപിയുടെ JSK എന്ന് പറയുന്ന സിനിമയുടെ ജാനകി വിസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ആ സിനിമയുടെ പേര്. അത് പേര് മാറ്റണം എന്ന് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന്, സാങ്കേതികമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എന്തുകൊണ്ടത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷെ ആ പേര് മാറ്റണം എന്നവർ ആവശ്യപ്പെട്ടു. അല്ല, ഇത് കൂടുതൽ ചർച്ചയാകാനുള്ള കാരണം അതിലെ നായകൻ മാത്രമല്ല സുരേഷ് ഗോപി, ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്. അതെ. അപ്പോഴും ഈ പറഞ്ഞ ഈ സാംസ്കാരിക നായകരും ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ഈ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരെല്ലാം വിമർശിക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് അതിനുള്ള ആനുകൂല്യം ലഭിക്കണ്ടേ? അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ നയമാണ് നടപ്പിലാക്കുക എന്നത് ഒരു ഇരട്ടത്താപ്പാണ്. എമ്പുരാൻ സിനിമയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്ക് ഉണ്ടായപ്പോൾ നിലവിളിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആരെങ്കിലും സുരേഷ് ഗോപിക്ക് വേണ്ടി വരുന്നുണ്ടോ? ഈ സെൻസർ ബോർഡിൻ്റെ കാട്ടാള നീതി എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ, ഒരു സിനിമാ പ്രവർത്തകൻ, ഒരു കലാകാരൻ വന്നത് കണ്ടിട്ടുണ്ടോ? പ്രതു സുരേഷ് ഗോപി ആയതുകൊണ്ട് അത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, പൃഥ്വിരാജോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ ഒക്കെ ആയിരുന്നെങ്കിൽ, മോഹൻലാലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തൊരു വലിയ നിലവിളിയായിരുന്നേനെ അല്ലേ? വലിയ വായിൽ കൂട്ടക്കരച്ചിലും ബഹളവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ കേന്ദ്ര സർക്കാർ കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നേനെ സച്ചിദാനന്ദൻ തുടങ്ങി ഇങ്ങോട്ടുള്ള സകല ആൾക്കാരും. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ പേര് മാറ്റണം എന്ന് സെൻസർ ബോർഡ്, അതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനെ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് പറയുന്നില്ല. പിന്നെ ഈ ആവശ്യം വാക്കാലാണ് നടത്തിയത്. അങ്ങനെ വാക്കാൽ നടത്തിയപ്പോൾ ഇതിൻ്റെ ഈ സംവിധായകൻ പ്രവീൺ നാരായണനാണ് ഇതിൻ്റെ സംവിധായകൻ. പ്രവീൺ നാരായണനും കൂട്ടരും ചേർന്ന് ഇത് റിവൈസിംഗ് കമ്മിറ്റിയിലേക്ക് അപേക്ഷ കൊടുത്തു. അപ്പോൾ സെൻസർ ബോർഡ് ഒരു ചിത്രത്തിന് അനുമതി നൽകാതിരുന്നാൽ അത് നമുക്ക് റിവൈസിംഗ് കമ്മിറ്റിയിൽ അപ്പീൽ കൊടുക്കാം. അങ്ങനെ അപ്പീൽ കൊടുത്തപ്പോൾ ആ അപ്പീൽ കണ്ടിട്ടാണ് റിവൈസിംഗ് കമ്മിറ്റിയും പറഞ്ഞത്, അവരും സിനിമ കണ്ടു, പ്രിവ്യൂ കണ്ടിട്ട് അവർ പറഞ്ഞു പറ്റില്ല, പേര് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ എന്തോ തക്കതായ കാരണം ആ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അതെ, അതിൻ്റെ ഇപ്പോൾ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും അവരത് വാർത്ത പുറത്തു വിടാത്തത്. എന്താണ് കാരണം എന്ന് കൃത്യമായിട്ട് പറയാത്തത് ഒരു പക്ഷേ ആ സിനിമയുടെ ഭാവിയിലെ വിജയത്തെ ആസ്പദമാക്കിയായിരിക്കും. അതൊക്കെ അങ്ങനെ ചെയ്യണമെന്നാണ് നിർബന്ധം. ഇതൊന്നും ഈ സെൻസർ ബോർഡ് ആകട്ടെ ഈ റിവൈസിംഗ് കമ്മിറ്റി ആകട്ടെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ എന്തുകൊണ്ടാണ് എന്ന് പുറത്തുവിടരുത്.
അതൊരു ചർച്ചയാക്കരുത്. അപ്പോൾ അത് ആ സിനിമയുടെ ജയപരാജയങ്ങളെ ബാധിക്കും. ചിലപ്പോൾ ചില സിനിമകളെ വിജയിപ്പിക്കാൻ അത് കാരണമാകും, ചിലതിനെ പരാജയപ്പെടുത്താനും കാരണമാകും. അപ്പം രണ്ടിനും സെൻസർ ബോർഡ് നിന്നുകൊടുക്കരുത് എന്നുള്ളതാണ് അവരുടെ നയം. നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രിയായിട്ട് കൂടി സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് ഒരു സെൻസർ ബോർഡ് ഒരു കത്രിക വെച്ചു എന്ന് പറയുന്നത് അതൊരു സത്യത്തിൽ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. കാരണം നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഫ്രീഡം ഓഫ് സ്പീച്ച് അതില്ല എന്നാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇത് സുരേഷ് ഗോപിക്കും അതിൻ്റെ ആനുകൂല്യം കിട്ടണ്ടേ? ആ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുത്തു എന്ന് വരാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ പ്രദർശനാനുമതി തടഞ്ഞു എന്നും വരാൻ പാടില്ല. അത് ആ സിനിമയുമായി ഇത്തരം കാര്യങ്ങളിൽ വികാരപരമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. കണ്ടിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി പദം വാഗ്ദാനം ചെയ്തപ്പോൾ പോലും അദ്ദേഹത്തിന് അതിനെതിരെ സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് സിനിമാ ജീവിതമാണ് വലുത്, കേന്ദ്രമന്ത്രി സ്ഥാനമെന്നും വേണ്ടെന്ന് പലതവണ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വികാര പ്രകടനം ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുരേഷ് ഗോപി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല, പക്ഷെ പ്രതികരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വളരെ വൈകാരികമായിട്ട് കാര്യങ്ങളെ കാണുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. നമ്മളത് പാർലമെൻറ്റിൽ അടക്കം കണ്ടതാണ്, വളരെ വൈകാരികമായിട്ട് അദ്ദേഹം സംസാരിച്ചത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്തോ ഒരു സാങ്കേതികവും നിയമപരവുമായൊരു പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ സെൻസർ ബോർഡിൻ്റെ റിവൈസിങ് കമ്മിറ്റിയും ഇതിനോട് ഇങ്ങനെ യോജിക്കില്ല. ഈ സെൻസർ ബോർഡ് പറഞ്ഞ പേര് മാറ്റണം എന്ന ആവശ്യത്തോട് അവരും യോജിച്ചെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ കാണുന്നത് ഈ പേര് മാത്രമാണ്. ആ പേരും സിനിമയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ആ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്ന് നമുക്കറിയില്ല. അതിപ്പോൾ പറയാനും നിർവാഹമില്ല. പക്ഷേ ഈ റിവൈസിങ് കമ്മിറ്റി കൂടി ശക്തമായ ഒരു നിർദ്ദേശം ഇത്തരത്തിൽ മുന്നോട്ട് വച്ചതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിനകത്ത് എന്തോ ഒരു സാങ്കേതിക പ്രശ്നം അല്ലെങ്കിൽ നിയമപരമായ ഇപ്പം ഇതിനെതിരെ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ രംഗത്ത് വന്നിരിക്കുന്ന DYFI ആണ്. അവർ കുറച്ച് സിനിമകളുണ്ടല്ലോ, TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പല സിനിമകൾക്കും നൽകാത്തൊരു പോരാട്ടമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകം നൽകുന്നത്. കേന്ദ്രമന്ത്രിയുടെ BJPയുടെ കേന്ദ്രമന്ത്രിക്ക് വേണ്ടി ഇനി അവർ തെരുവിലിറങ്ങുമോ എന്നും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അല്ല, DYFI ഇതിനകത്തൊക്കെ അവർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നിൽക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. സുരേഷ് ഗോപിയും സെൻസർ ബോർഡും രണ്ട് തട്ടിലാണ്, ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്താണ് എന്നൊക്കെ വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതവർ ചെയ്തോട്ടെ, നമുക്ക് എതിർപ്പൊന്നുമില്ല, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ അതിൻ്റെ കാതലായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി വേണം ഇതിൽ പ്രതികരിക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കില്ല. ഇതിൻ്റെ ഈ പറയുന്ന സെൻസർ ബോർഡ് എന്ന് പറയുന്നതിന് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ അവരെ നമുക്ക് എതിർക്കാനും പറ്റില്ല. എന്നാൽ അവർക്ക് രാജ്യത്തോടും ജനങ്ങളോടും സമൂഹത്തോടും നിയമവാഴ്ചയോടുമൊക്കെ പ്രതിബദ്ധതയുണ്ട്. ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഒന്നും എതിരാകരുത് എന്നും കൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതെ അതിനെക്കുറിച്ചൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു നിർണയം പറയാൻ സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി വളരെ വൈകാരികമായിട്ട് ഇടപെടും. പക്ഷെ അദ്ദേഹം ഇതുവരെ ഈ കാര്യത്തിൽ പ്രതികരിച്ച് കണ്ടില്ല. അങ്ങനെ കാര്യമായ പ്രതികരണങ്ങളൊന്നും വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണം വരട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞതാണ്, മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കിട്ടും എന്നായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അയ്യോ എനിക്ക് സിനിമയാണ് മുഖ്യം, എന്നാൽ പിന്നെ സിനിമയിൽ എനിക്ക് കോൾ ഷീറ്റ് എൻ്റെ ഡേറ്റുകൾ കൊടുത്തിരിക്കുന്ന അതെനിക്ക് പാലിക്കണം, അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, പിന്നെ എന്തിനാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ പോയത്? കേന്ദ്രമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിക്കണം. ഇതൊന്നും ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായല്ല ഇത് നടക്കേണ്ടത്. ഇതിന് പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് വേണം അത് നമ്മൾ നടത്തിയെടുക്കേണ്ടത്. ഇവിടെ അദ്ദേഹത്തിന് സ്പീക്കറോടും ആഭ്യന്തരമന്ത്രിയോടുമൊക്കെ അനുവാദം ചോദിക്കാം. അവരൊക്കെയാണല്ലോ സഭയിലെ ഏറ്റവും ഇതിന് നിയമപരമായിട്ട് ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അധികാരപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവരോടൊക്കെ അപേക്ഷ വെച്ച് ചോദിച്ചിങ്ങനെ ഒരു സിനിമയുണ്ട്, ഞാൻ അഭിനയിച്ചോട്ടെ, അതിനുള്ള അനുമതി തരാമോ ചോദിക്കുമ്പോൾ അവർ മാനദണ്ഡങ്ങളൊക്കെ പറയും.
സർക്കാരിനെതിരാകാൻ പാടില്ല, രാജ്യത്തിനെതിരാകാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമെങ്കിൽ അഭിനയിച്ചു കൊള്ളാനുള്ള അനുമതി കൊടുക്കും. അങ്ങനെ പലരും അഭിനയിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. സംസ്ഥാന നിയമസഭയിലും ഇന്ത്യയിലും ഒക്കെ അങ്ങനെ പലരും അഭിനയിച്ച സന്ദർഭങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം മുമ്പ് പറഞ്ഞത് എനിക്ക് സിനിമയാണ് വലുത്, ഈ ഭരണമോ മന്ത്രിസ്ഥാനമോ ഒന്നുമല്ല എന്നാണ്. പക്ഷേ അത്ര പെട്ടെന്ന് സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനമൊന്നും വിട്ടിട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കാരണം വ്യക്തമായിട്ട് പുറത്തു വരട്ടെ. ഒരു പക്ഷേ ഈ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്നവർ ഈ പേര് മാറ്റാൻ തയ്യാറായാൽ ആ പ്രശ്നം അവിടെ തീർന്നു. സിനിമയുടെ ഉള്ളടക്കത്തിലില്ല, ആ പേരും സിനിമയുടെ ഉള്ളടക്കവുമായിട്ടുള്ള ബന്ധത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ പേര് മാറ്റണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.